കക്ക നമ്മൾ പല രീതിയിൽ തയ്യാറാക്കി കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് വളരെ അടിപൊളി രീതിയിലുള്ള ഒരു കക്ക തോരനുമായിട്ട് നമ്മളിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോകൾ തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട്. ചെറിയ കക്ക അല്ലേ? അതെ, ചെറുതാണ്. അപ്പോൾ ഈ കക്കയുണ്ടല്ലോ, ഇത് നമ്മളെല്ലാം ക്ലീനാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിനകത്തെ അഴുക്കൊക്കെ ഒന്ന് കാണാം. അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മസാലയാക്കി എടുക്കണം. നല്ല അടിപൊളി ഒരു മസാലയാക്കി എടുക്കാം അല്ലേ? അതായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. അപ്പം തീരെ വലിപ്പക്കുറവാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അഴുക്കൊക്കെ കളയാമേ. ഇതിനകത്ത് അഴുക്കുണ്ട്, ഇതിനകത്തുണ്ടമ്മേ ചെറിയ കണ്ട് ചെറുതായിട്ടുണ്ട്. ഈ വേസ്റ്റ് ഇരുന്നാലുണ്ടല്ലോ, ഈ വേസ്റ്റ് ഇരുന്നാൽ ഈ വയറുവേദന ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും ഇതിനകത്ത് ഈ വേസ്റ്റ് കളഞ്ഞിട്ട് എടുത്താൽ മതി, വൃത്തിക്കിരിക്കട്ടെ. ചെറിയ കക്ക ആയതുകൊണ്ട് കുറച്ച് വേസ്റ്റൊക്കെ ഉള്ളൂ. ഇതുണ്ടോ? ഇച്ചിരി ഉള്ളതായതുകൊണ്ട് ഇച്ചിരി താമസമായി ഇത് കേട്ടോ. ചെറുത് ഞെക്കി എടുക്കാൻ താമസം, സമയം പിടിക്കും. അതെ അതെ. ചിലരാണെങ്കിൽ ഈ ചെറുതായതുകൊണ്ട് ഇതിനകം ഞെക്കത്തൊന്നുമില്ല. ഞെക്കാതെ വെറുതെ ഇത് ഒന്ന് ഒലച്ച് കഴുകി എടുക്കത്തേ ഉള്ളൂ. പക്ഷേ ഈ അഴുക്കെല്ലാം നമ്മുടെ വയറ്റിൽ ചെന്നാല് വയറ്റിനോട് ഉണ്ടാകുമെന്നാ പറയുന്നത്. ഒരു 350 ഗ്രാം കക്ക ഉണ്ടായിരുന്നു. അത്രയും കക്ക ഞെക്കിയപ്പോഴേ നമുക്ക് ഇത്രയും വേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ? അപ്പോൾ ഈ വേസ്റ്റ് ചില ആൾക്കാർ ഞെക്കി കളയത്തില്ല, നമ്മളിത് ഞെക്കി കളഞ്ഞത് ഉണ്ടോ? ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് അഴുക്കല്ല, ചിലർക്ക് ഇത് വയറിന് പിടിക്കുകയില്ല. നമ്മളിത് ഇങ്ങനെ ഇത് വെച്ച് പാചകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഈ കക്കയുടെ അഴുക്കൊക്കെ നമ്മൾ ഞെക്കി എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതങ്ങ് തീരെ ചെറിയ കക്കായ, നമുക്കിതങ്ങ് തോരൻ വെച്ചാലോ? പൊടിക്കക്കായ നമുക്കൊരു കാര്യം ചെയ്യാമേ, തോരൻ വെക്കാം. തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാ. തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാ അല്ലേ? അതെ അതെ. എന്നാ നമുക്ക് തോരൻ മസാല വെക്കണ്ട, തോരൻ വെക്കാം. അതെ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് നമുക്ക് കക്ക കൊണ്ട് മസാല വെക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ തീരെ ചെറിയ കക്ക ആയതുകൊണ്ട് നമ്മൾ പരിപാടിയിൽ ചെറിയ ഭേദഗതി വരുത്തി നമുക്ക് ഈ കക്ക കൊണ്ട് നല്ല അടിപൊളി തോരൻ വെക്കാം അല്ലേ? അപ്പോൾ നമുക്ക് എന്നാ തോരൻ വെക്കുന്നതിലേക്ക് കടക്കാം. ഇനി നമുക്കിത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഈ കക്ക നമുക്കൊന്ന് നല്ലതായിട്ട് വേവിച്ചെടുക്കണം. ഒരു കുറച്ച് മഞ്ഞപ്പൊടി, ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക, കുരുമുളക് പൊടി, ഇത് വേകാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി കക്ക എടുത്ത് അടുപ്പത്തോട്ട് വെക്കുക. ഇത് വെന്ത് വരുമ്പോഴത്തേന് ബാക്കി സാധനങ്ങളൊക്കെ എടുക്കുക. നമുക്ക് കക്ക തോരൻ വെക്കാനായിട്ട് ഒരു 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി ഉണ്ട്, ഒരു തക്കാളിയുണ്ട്, 3-4 പച്ചമുളക്, ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി പൊളിച്ചത്. ഈ വെളുത്തുള്ളി ഇഞ്ചി നമുക്കൊന്ന് ചതച്ചെടുക്കണം. ബാക്കിയുള്ളതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. തക്കാളി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് അരിഞ്ഞു വെക്കാം. വെളുത്തുള്ളി ഇഞ്ചി നമുക്കൊന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളി ചതച്ചെടുത്തു. ഇനി നമുക്ക് ഇഞ്ചിയൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇത് 1 മുറി തേങ്ങയാണ്. നമുക്കിതിൻ്റെ പകുതി തിരുമ്മിയെടുക്കാം. നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മസാലയെല്ലാം ഒന്ന് റെഡിയാക്കണം. ഇനി നമുക്ക് ചീനിച്ചട്ടി അങ്ങോട്ട് വെക്കണം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കുക. ചതച്ച് വെച്ച ഇഞ്ചിയൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക.
ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളി ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഈ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു കുറച്ച് കുരുമുളക് പൊടി കൂടി ഇടുവാണ്. എരിയുടെ അനുസരിച്ച് വേണം നമ്മൾ കുരുമുളക് പൊടി ചേർക്കാൻ. ആദ്യം കുറച്ചിട്ടതാ, ഇച്ചിരി പോരാഴിക ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ചുകൂടി ഇട്ടത്. നമുക്കിതിലേക്ക് ഈ അരിഞ്ഞു വെച്ച തക്കാളി കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കക്കാത്തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം. പോരാങ്കി ഒരു ശകലം കൂടി ഇട്ട് കൊടുക്കാം. ഒരു പൊടി ഉപ്പിൻ്റെ കുറവുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഈ മല്ലിയില കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളി മല്ലിയിലയും തേങ്ങാപ്പീരയും ഒക്കെ ഇട്ട അടിപൊളി കക്കാത്തോരന് അമ്മ ഇന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കക്കാത്തോരൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണേ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുമ്പോൾ തൽക്കാലത്തേക്ക് ബൈ ബൈ.